കണ്ണൂർ കോർപ്പറേഷൻ പടന്ന ഡിവിഷൻ എന്നും UDFിൻ്റെ ഉരുക്കുകോട്ടയാണ്. ആ കോട്ട കാക്കാൻ ഇത്തവണ മുസ്ലിം ലീഗ് നേതൃത്വം ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് പി ഷമീമ ടീച്ചറെയാണ്. കണ്ണൂർ കോർപ്പറേഷൻ്റെ നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് ഷമീമ ടീച്ചർ. ഏത് വിഷയമെടുത്താലും വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ജനപ്രതിനിധി. പടന്ന ഡിവിഷൻ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പി ഷമീമ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം കൂടി കണക്കിലെടുത്താണ്. പടന്ന ഡിവിഷനിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായി ഷമീമ ടീച്ചർ എത്തും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് UDF നേതൃത്വം. ഷമീമ ടീച്ചർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ടീച്ചർ. വലിയ ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതായത് നമ്മളെ കണ്ണൂർ കോർപ്പറേഷൻ ഇവിടെയുള്ള മുൻ കൗൺസിലർ, നിലവിലുള്ള കൗൺസിലർ സിയാദ് തങ്ങൾ ഒരുപാട് പദ്ധതികളുമായി പടന്ന ഡിവിഷനിൽ വലിയ വികസന പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ പടന്ന ഡിവിഷനിൽ 4300 വോട്ടർമാരെയും രണ്ടാം തവണയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വോട്ടർമാരിൽ നിന്നും വലിയ പിന്തുണയും നമ്മെ നല്ല രൂപത്തിൽ അവർ നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അത് കണ്ണൂർ കോർപ്പറേഷൻ്റെ 41ാം ഡിവിഷനായ പടന്ന ഡിവിഷനായിരിക്കും എന്ന്. വലിയ ഡിവിഷൻ കൂടിയാണ്, 4000-ലധികം വോട്ടർമാർ. അതെ, 4300 വോട്ടർമാരും 1150 വീടുകളുമുണ്ട്. ഈ 1150 വീടിലെ മുഴുവൻ വോട്ടർമാരെയും രണ്ടാം തവണ നാളെയോടുകൂടി രണ്ടാം തവണ പൂർത്തിയാവുകയാണ്. ഇനി മൂന്നാം തവണയും കൂടി നമ്മൾ വോട്ടർമാരെ കാണും. ഉറപ്പിക്കുകയാണ് വോട്ട്. തീർച്ചയായും എല്ലാവരെയും നമ്മൾ ഫസ്റ്റ് തവണ പോകുന്ന സമയത്ത് എല്ലാവരെയും നല്ല രൂപത്തിൽ പരിചയപ്പെട്ടു. UDF സ്ഥാനാർത്ഥിയാണ്, ഏണിയാണ് നമ്മുടെ അടയാളം, തീർച്ചയായും നമ്മെ ചേർത്ത് പിടിക്കണം എന്ന രൂപത്തിലാണ് അവരോട് വോട്ട് അഭ്യർത്ഥിച്ചത്. രണ്ടാം തവണ അവരുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, മനസ്സ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിക്കാനാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന മെസ്സേജുമായിട്ടാണ് നമ്മൾ പോയത്. ഇനി മൂന്നാം തവണ ഒന്നുകൂടി ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഈ ഒരു 20 വർഷം ഞാനിവിടെ ഒരു പുതുമുഖമല്ല. കാരണം അവരിൽ ഒരാളായി ഈ പടന്ന ഡിവിഷനിൽ അവിടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ എല്ലാ ഭാഗത്തും ജനങ്ങളോടൊപ്പമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു പുതുപരിചയത്തിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. എല്ലാവരുടെ ഇടയിലും ഞാൻ പരിചയമുള്ള ഒരാൾ. അത് എന്നെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയും സന്തോഷവും നൽകുന്നുണ്ട്. ഈ ടീച്ചർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഒരു സാന്ത്വന പ്രവർത്തനം കൂടിയാണ്. ഈ എല്ലാവരുടെയും അത്തരത്തിലുള്ള ഒരു സ്നേഹം കൂടി കിട്ടുന്നുണ്ടോ? തീർച്ചയായും കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങോട്ട് തിരിച്ച് ലഭിക്കുന്ന അത്രയും നല്ല, അതായത് ഞാൻ ഈ 2 തവണ കയറിറങ്ങുന്ന സമയത്ത് നല്ല മനസ്സിൻ്റെ ഉടമകളായി വളരെ നല്ല രൂപത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നതിലേറെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന രൂപത്തിലുള്ള നല്ല ജനങ്ങളാണ് പടന്ന ഡിവിഷനിലുള്ള മുഴുവൻ വോട്ടർമാരും. ഈ ഇത്രയും ഒരു 2 വട്ടം ഇങ്ങനെ ഈ പ്രദേശത്താകെ സഞ്ചരിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? പരിഹരിക്കപ്പെടണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ ചെയർമാനായിട്ടുള്ള ഇവിടുത്തെ കൗൺസിലർ സിയാ തങ്ങൾ വളരെ നല്ല വികസനം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വ്യൂ പോയിൻ്റ്, അതുപോലെ ഗ്രൗണ്ട്, അതുപോലെ ഓപ്പൺ ജിംനേഷ്യം, അതുകൂടാതെ വാർഡിലുള്ള റോഡ്, ഡ്രൈനേജ്, ഇങ്ങനെ എല്ലാ വർക്കുകളിലും നല്ല രൂപത്തിലുള്ള വികസനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനിയും കാരണം നമുക്ക് ഓരോ വർഷം കുറച്ച് വർക്കുകളാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് വർക്കുകളും കൂടി പല രൂപത്തിലുള്ള വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട്. ജനങ്ങൾ നമ്മൾ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രചരണത്തിന് കൗൺസിലറും കൂടി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും പറയുന്നത് ഇവിടെ 2 കൗൺസിലറുടെ റിസൾട്ട് ഇനി ഉണ്ടാകും. എൻ്റെ കൂടെ തന്നെ സിയാദങ്ങളുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന ആവശ്യങ്ങൾ നമുക്ക് എല്ലാ രൂപത്തിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റും. എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണോ വോട്ട്? എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. നല്ല ഇതാണ്, എല്ലാവരും നല്ല ഇതാണ് പറയുന്നത്. ജയിക്കും സംശയമില്ല, ഒരു സംശയമില്ല. കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നെങ്കിൽ പടന്ന ഡിവിഷനായിരിക്കും. എനിക്ക് വളരെ വിശ്വാസമുണ്ട്.
എല്ലാവരും എന്താ പറയുന്നത് എല്ലാവരും? എല്ലാവരും നല്ല ഷമീമ ടീച്ചർ ആയതിൻ്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? അതെ, നമ്മൾ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിലവിലുള്ള കൗൺസിലറുടെ വികസന പ്രവർത്തനമാണ് നമ്മൾ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അത്താണിയിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ നാലുവയലിലുള്ള ഭിന്നശേഷിക്കാരുടേതും പിന്നെ CA സെൻ്ററിൻ്റെ വൈകുന്നേരങ്ങളിലെ രോഗികൾക്കും കൂട്ടുകാർക്കുള്ള ഭക്ഷണങ്ങളും, അങ്ങനെ ടീച്ചറുടെ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഞങ്ങൾ വോട്ടർമാരുടെ മുമ്പിൽ വെക്കുന്നത്. ജാത് തങ്ങളുടെ പിന്നെ വികസന പ്രവർത്തനം, ഇത് രണ്ടും മുമ്പിൽ വെച്ചുകൊണ്ടാണ് വോട്ടർമാരെ നമ്മൾ സമീപിക്കുന്നത്. തീർച്ചയായും നല്ല സമീപനമാണ് വോട്ടർമാരിൽ നിന്ന് ഉണ്ടാകുന്നത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ള ആശ്വാസം തന്നെയാണ്. വിശ്വാസമല്ല, ജയിക്കും എന്നുള്ളത് തന്നെയാണ്. പടനാട് ഡിവിഷൻ തൂത്തുവാരും തന്നെ എൻ്റെ ആത്മവിശ്വാസം. ടീച്ചർ വിജയിച്ച് വരാൻ കാത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു നാടിൻ്റെ അത്താണിയായി ഇനി ഷമീമ ടീച്ചർ ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തുകയാണ് ഇവിടുത്തെ ഈ UDFൻ്റെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ. ഷമീമ ടീച്ചറെ നമുക്കറിയാം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അശരണർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഷമീമ ടീച്ചർ. കണ്ണൂർ കോർപ്പറേഷനിൽ ടേം വ്യവസ്ഥയിലാണ് മേയർമാരെ നിശ്ചയിക്കുക. അങ്ങനെ ഒരു ടേം വ്യവസ്ഥയിൽ മുസ്ലിം ലീഗ് പക്ഷത്തേക്ക് ഈ മേയർഷിപ്പ് വരുമ്പോൾ തീർച്ചയായും അവിടെ പരിഗണിക്കുന്ന പേര് ഷമീമ ടീച്ചറുടേതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ ഡിവിഷനിൽ ഇപ്പോൾ തന്നെ സിയാദ് തങ്ങളുടെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച, അതിനോടൊപ്പം ഈ ഡിവിഷനിൽ മറ്റ് പല കാര്യങ്ങളും മറ്റു പല പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് വോട്ടർമാർക്കിടയിലേക്ക് ഷമീമ ടീച്ചർ ഇറങ്ങിയിട്ടുള്ളത്. വിജയം ഉറപ്പ് എന്ന് ഷമീമ ടീച്ചറും ഒപ്പമുള്ള UDF നേതാക്കളും ഒക്കെ തന്നെ പറയുകയാണ്. പടന്ന ഡിവിഷനിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.